ഫ്രണ്ട്സ്, എല്ലാവർക്കും വെർച്വൽ ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈദ് സ്പെഷ്യൽ സ്നാക്കാണ് ബാട്ടപ്പത്തിരി. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കാസർഗോഡൻ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാസർഗോഡുകാരുടെ ഒരു സ്പെഷ്യൽ സ്നാക്കാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ബാട്ടപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ പച്ചരി എടുത്തിട്ടുള്ള 1.5 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചതാണിത്. ഉപ്പ് ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ എള്ള്, പിന്നെ തേങ്ങ ഇതുപോലെ സ്ലൈസാക്കി വെച്ചതാണ്, അത് 1/2 കപ്പ്, ചിരകിയ തേങ്ങ 1/2 കപ്പ്, വെള്ളം ആവശ്യത്തിന്, പിന്നെ ഓയിൽ, ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ആദ്യം നമുക്കൊരു ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് പച്ചരി. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും കൂടി, ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അരക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏതാണ്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. ഇനി അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രഷ് വെച്ച് ഓയിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ കട്ടി പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ആക്കി വെക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. എല്ലാം ഒരുമിച്ചായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് കൈയിട്ട് കുഴയ്ക്കാൻ പറ്റുന്നുണ്ട്. ഒരു പരിവാകുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ള് ഇട്ട് കൊടുക്കാം. കറുത്ത എള്ളാണിത്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്ലൈസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ചെറിയ ബോൾസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിനെയൊക്കെ ബോൾസാക്കി എടുക്കണം. നമ്മളിത് എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം.
അതിന് വേണ്ടി ഒരു പ്രസ്സർ എടുത്തിട്ട് നമ്മളൊരു പൊടിയൊന്നും ഇല്ലാതാണ് പരത്തുന്നത്. അപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കവർ എടുത്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലേക്ക് അല്പം എണ്ണയും കൂടി തൂവി കൊടുത്താൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ അല്പം എണ്ണ അതിലേക്ക് തൂവി കൊടുക്കുന്നുണ്ട്. അത് ആ കവറിൻ്റെ എല്ലാ സൈഡിലേക്കൊന്ന് ആക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസ് ഒരെണ്ണം വെച്ചിട്ട് വീണ്ടും ഒരു കവർ വെച്ച് അതിനെ കവർ ചെയ്ത് അടച്ച് വെച്ച് അതിനെ പ്രസ് ചെയ്തെടുക്കാം. ഇത് നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല തിന്നായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എത്ര തിന്നാവുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഈ സ്നാക്കിന്. ഈസി ആയിട്ട് നമുക്ക് കവറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കണം. വീണ്ടും അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ബോൾ വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കണം. നല്ല കട്ടി കുറഞ്ഞ് നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ പരത്തി വെച്ച ബാട്ടപ്പത്തിരി അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നല്ല കളർ മാറിയിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അടുത്തതും ചെയ്തെടുക്കാം. നമ്മൾ കുറച്ചധികം ടൈം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. ഇനിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാട്ടുപത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ്. കാസർഗോഡുകാരുടെ ഒരു സ്പെഷ്യൽ സ്നാക്കുമാണ്. എല്ലാവരും ഒന്ന് ഇതിന് തയ്യാറാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.